ഈ ബിഗ് ബോസ് കണ്ടിട്ടാണോ ഹരീഷ് നോട്ട് പിടിക്കുന്നത് അതോ അവരുടെ പൈസ മേടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ പോന്തി. ഈ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. അത് ഉത്തരം പറ. അത് വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാള് വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമാണ്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയി. ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? അങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് നിന്നെ പറയണത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ, ജഡ്ജിയോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്താ നീ എന്നെ വിളിച്ചിട്ട് എന്തോ ആദ്യം സംസാരിച്ചത്? എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ. നിന്നെ എടാന്ന് വിളിക്കും, കള്ളന്മാരെ എടാന്ന് വിളിക്കും. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണം? എന്താ പീനൽ കോഡിലാണ്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എടാ നാണം കെട്ടവനെ, എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഞാൻ പോകുന്നു.